ക്ലിഫ് ഹൗസിന്റെ അടുക്കള മുതൽ സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് എംഎൽഎ. ലജ്ജാകരമായ അവസ്ഥയാണ് കേരളത്തിൽ. കേരളത്തെ രാസലഹരിയുടെ താവളമാക്കിയ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും സിദ്ദീഖ് ആരോപിച്ചു. പിണറായിയുടെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവത്ര അഴിമതിയാണ് പിണറായി ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് എംഎൽഎ ആരോപിച്ചു. ക്ലിഫ് ഹൗസിന്റെ അടുക്കള മുതൽ സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയാണ്. ഭരണരംഗം ദുഷിച്ചു നാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ നർക്കോട്ടിക് ഹബ്ബാക്കിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ടി സിദ്ദീഖ് ആരോപിച്ചു. ക്ലിഫ് ഹൗസിന്റെ അടുക്കള മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയുടെ നീറാളിപ്പിടുത്തത്തിലൂടെ കടന്നുപോകുന്ന കേരളം കണ്ട ലജ്ജാകരമായ സാഹചര്യത്തിന് ഇന്ന് കേരളം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി രണ്ട് സംഭാവനകളാണ്. ഒന്ന്, കേരളത്തെ ഒരു നാർക്കോട്ടിക് ഹബ്ബാക്കി മാറ്റിയ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. കേരളത്തെ രാസലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റിയ മുഖ്യമന്ത്രിയുടെ പേരേത് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ ആ കുട്ടികൾ പോലും പറയുന്ന മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലില്ലാതാക്കിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ലഹരി ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് പിണറായി. അതിന് വഴിയൊരുക്കിയത് ഈ സർക്കാരാണ്. അഴിമതിക്കാർക്ക് വേണ്ടി മാത്രമാണ് ഭരണമെന്നും സിദ്ദീഖ് ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIO അന്വേഷണം നടക്കുകയാണ്. മറ്റ് ഏത് മുഖ്യമന്ത്രിയുടെ മക്കൾക്കാണ് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നും ടി സിദ്ദീഖ് ചോദിച്ചു. നവകേരളത്തെ വാർത്തെടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നവകേരളത്തെയല്ല, നർക്കോട്ടിക് കേരളത്തെയാണ് പിണറായി വാർത്തെടുത്തതെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. കേരളത്തിൽ എന്തു പദ്ധതി വന്നിട്ടുണ്ടോ അതെല്ലാം UDF കൊണ്ടുവന്നതാണെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി സിദ്ദീഖ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരന്നത്. സജീവ് ജോസഫ് MLA, വി നാരായണൻ, സജീവ് മാറോളി, DCC ജനറൽ സെക്രട്ടറി KP സാജു, KPCC അംഗം അഡ്വക്കേറ്റ് TO മോഹനൻ, UDF ജില്ലാ കൺവീനർ PT മാത്യു, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്, ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.